വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗത്തിൻ്റെ ഒരു വിചിന്തനം അല്ലെങ്കിൽ അനാലിസിസാണ് ഈ എപ്പിസോഡിലൂടെ നാം കാണുന്നത്. സത്വരജ തമോ ഗുണങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടെങ്കിലും കൂടിയും കുറഞ്ഞുമാണ് കാണപ്പെടുന്നത്. ഓരോരുത്തരിലും ഏതെങ്കിലും ഒരു ഗുണം പ്രധാനമായി കാണപ്പെടും. ഓരോ അവസരത്തിലും നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന ശക്തമായ ചിന്തകൾ ഏതു ഗുണത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് തിരിച്ചറിയാനും അവയുണ്ടാക്കുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാനും ഉള്ള അറിവ് നമുക്ക് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ ഉപദേശിച്ചു തരുന്നു. ഗുണങ്ങൾ നമ്മെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മിൽ സന്തോഷവും സംതൃപ്തിയും സ്നേഹഭാവവും അറിവും ശാന്തിയും നിറഞ്ഞിരിക്കുമ്പോൾ സത്വഗുണമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ഗുണം മനോബുദ്ധികളെ സച്ചിന്തകൾ നൽകി പ്രേരിപ്പിച്ച് നമുക്കും മറ്റുള്ളവർക്കും നന്മയുണ്ടാക്കുന്ന സത്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഇത്തരം കർമ്മങ്ങളിലൂടെ മറ്റുള്ളവരെയും സ്നേഹിക്കാനും ആദരിക്കാനും മറ്റുള്ളവരോട് സഹകരിക്കാനും നമുക്ക് സാധിക്കുന്നു. സത്വഗുണത്തിലൂടെ പ്രകാശിക്കുന്ന മനോബുദ്ധികൾ നമ്മെ ഈശ്വരനോട് അടുപ്പിക്കുകയും ചെയ്യുന്നു. ഇനി രജോ ഗുണം ശമിപ്പിക്കാൻ പറ്റാത്ത തീരാത്ത ആഗ്രഹങ്ങളും മറ്റുള്ളവരോട് വിരോധവും വിദ്വേഷവും ശത്രുത്വവും അസൂയയും അഹങ്കാരവും എല്ലാം ഉളവാക്കി മനോബുദ്ധികളെ അസ്വസ്ഥമാക്കുന്നു. ഇവ രജോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ഗുണമുള്ളവന് തീരാത്ത ആഗ്രഹങ്ങളും നിരന്തര ദുഃഖവും അശാന്തിയുമാണ് അനുഭവപ്പെടുന്നത്. ഈ ഗുണമുള്ളവർ തങ്ങളുടെ സുഖത്തിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മടിക്കുകയേയില്ല. തുടർന്ന് തമോ ഗുണം മനോബുദ്ധികളുടെ പ്രകാശത്തെ മറച്ച് അറിവില്ലായ്മയും മയക്കവും അജ്ഞതയും ഉണ്ടാക്കുന്നു. തനിക്കോ മറ്റുള്ളവർക്കോ നന്മ ചെയ്യാനോ നല്ലത് പ്രവർത്തിക്കാനോ ഉള്ള അറിവ് അവന് കിട്ടുന്നതേയില്ല. മാത്രവുമല്ല, അജ്ഞത കൊണ്ട് തെറ്റുകളിലും പാപങ്ങളിലും ചെന്ന് ചാടുന്നു. ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളും കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മഫലങ്ങളും കർമ്മഫലങ്ങൾക്കനുസരിച്ച് പുനർജന്മങ്ങളും എന്ന് ഭഗവാൻ പറഞ്ഞു തരും. ഇത് നമുക്ക് പുരാണങ്ങളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നോക്കി ഈ കാര്യം മനസ്സിലാക്കാം. സത്വഗുണം കൊണ്ടും പരമഭക്തി കൊണ്ടും വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാർഷദന്മാരായിത്തീർന്ന ജയവിജയന്മാർ തങ്ങളുടെ രജോ തമോ ഗുണങ്ങളുടെ ആധിക്യത്താൽ ഭഗവത് ദർശനത്തിന് വന്ന സനകാദികളെ തടഞ്ഞ് അവരിൽ നിന്ന് അസുരജന്മം നേടുക എന്ന ശാപത്തിന് പാത്രമായി. വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിൽ അസുരന്മാരായി 3 ജന്മമെടുക്കേണ്ടി വന്നു അവർക്ക്. വിദ്വേഷത്തോടു കൂടിയ ഭഗവത് സ്മരണം വഴി 3 ജന്മത്തിലും ചെയ്ത പാപങ്ങൾ മുഴുവനും നീങ്ങി ഭഗവാനാൽ വധിക്കപ്പെട്ട് അവർ മുക്തി നേടി. അപ്പോൾ അവരുടെ പാപം നീങ്ങാൻ അവർക്ക് 3 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. രജോ തമോ ഗുണങ്ങളാൽ അഹങ്കാരവും അജ്ഞതയും കൊണ്ട് മുനിമാരെ പരിഹസിച്ച് അവരുടെ ശാപത്താൽ മുതലയായി തീർന്ന ദേവലൻ എന്ന ഗന്ധർവൻ്റെ കഥയും ഭഗവത് ഭക്തനായിട്ടും അജ്ഞത കൊണ്ട് അഗസ്ത്യമുനിയെ ആദരിക്കാതെ മുനിയിൽ നിന്ന് ശാപം നേടി ഗജേന്ദ്രനായ ഇന്ദ്രദ്യുമ്നൻ്റെ കഥയും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വരസ്മരണത്താൽ മുതല ശാപമോക്ഷം നേടി ഗജേന്ദ്രൻ വൈകുണ്ഠപ്രാപ്തി നേടി. ഈ കഥയും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ തന്നെ നാരദൻ്റെ ഉപദേശത്താൽ പരമഭക്തനും പരമസാത്വികനുമായി തീർന്ന പ്രഹ്ലാദൻ എന്ന അസുരബാലൻ 5 വയസ്സിൽ ആത്മശുദ്ധി കൊണ്ട് തീവ്രഭക്തിയാൽ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹീതനായി അസുരവംശത്തെ രക്ഷിച്ച കഥ
സത്വഗുണത്തിൻ്റെ മേന്മയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായ മഹാബലി ജനനാൽ തന്നെ പ്രഹ്ലാദൻ്റെ സത്വഗുണവും ഈശ്വരഭക്തിയും നേടിയിരുന്നു. ബ്രാഹ്മണരെ ആദരവോടെ പൂജിച്ചും നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുമിരുന്നു എങ്കിലും രജോ ഗുണത്താൽ അഹങ്കാരം വർദ്ധിച്ച് ദേവന്മാരെ ദ്രോഹിച്ചിരുന്നു. അവൻ്റെ സദ്ഗുണങ്ങളാൽ പ്രീതനായ ഭഗവാൻ അവൻ്റെ അഹങ്കാരത്തിന് കാരണമായിരുന്ന സർവസ്വവും ബ്രാഹ്മണ വടുവിൻ്റെ രൂപത്തിൽ വാമനാവതാരമെടുത്ത അവനിൽ നിന്ന്, മഹാബലിയിൽ നിന്ന് സർവസ്വവും യാചിച്ച് മേടിച്ചു. പ്രീതിയോടെ സർവസ്വവും ഭഗവാൻ അർപ്പിച്ച് നമസ്കരിച്ച അവനെ ഭഗവാൻ ശിരസിൽ കാൽവെച്ച് അനുഗ്രഹിച്ച് സുതലമെന്ന പുണ്യലോകവും തുടർന്ന് ദേവേന്ദ്ര പദവിയും നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെ സത്വഗുണത്തിൻ്റെ മഹിമ പറഞ്ഞാൽ തീരുകയില്ല. സത്വഗുണത്താൽ ആത്മോന്നതി ലഭിക്കുന്നതും രജോത്തമോ ഗുണങ്ങളാൽ ഉണ്ടാകുന്നതും മനസ്സിലാക്കിയ നാം രജോത്തമോ ഗുണങ്ങളെ വർജിച്ച് ഈശ്വരനിൽ മനസ്സർപ്പിച്ച് ഭക്തിഭാവവും സത്വഗുണവും വളർത്താൻ ശ്രമിക്കാം. നിരന്തരം ഭഗവത് സ്മരണ നൽകി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ജഗദ്ഗുരുവായ കൃഷ്ണന് നമസ്കാരം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.